പാടെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു അവിയലാണ്. കല്യാണ സദ്യകൾക്ക് നമുക്കിപ്പോൾ എന്ത് സദ്യകൾ ഉണ്ടെങ്കിലും പ്രധാനമുള്ളതാണ് ഒരു അവിയൽ കറി. അത് എങ്ങനെ ഉണ്ടാക്കാൻ പോണതെന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം. അതിൽ എന്തൊക്കെ സാധനങ്ങളാണ് എടുക്കുന്നതെന്ന് പരിചയപ്പെടുത്തി തരാം. ആദ്യം എന്താ, കുമ്പളങ്ങ, ചേന, ക്യാരറ്റ്, കൊത്തവര, ഒരു ഉരുളക്കിഴങ്ങ്, ബീൻസ്, കായ്, മുരിങ്ങക്കായ്. ഇതാണ് പച്ചക്കറികൾ. ഇതൊക്കെ നിർബന്ധമാണ്. പിന്നെതാ തേങ്ങ, പച്ചമുളക്, ചെറിയ ജീരകം, അതായത് ജീരകം പറയണത് ഇങ്ങനത്തെ ജീരകമാണ്. ജീരകം, തൈര്, വെളിച്ചെണ്ണ, കറുകാപ്പല. ഇത്രയും സാധനങ്ങളാണ് ഒരു അവിയൽ കറിക്ക്. ഞാൻ അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് കഷ്ണം മുറിക്കുന്നത് ഞാൻ ഇനി കാണിച്ചു തരാം. ആദ്യം നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കണം. ഈ വെള്ളത്തിലായിരിക്കണം എല്ലാ കഷ്ണവും മുറിച്ചിടുന്നത്. അവിയൽ കഷ്ണം എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് കട്ടുതരാം. ഈ ഒരു വലിപ്പമായിരിക്കണം എല്ലാ കഷ്ണങ്ങളും. ഈ വെച്ച കഷ്ണം കംപ്ലീറ്റും ഈ വലിപ്പം ഉണ്ടാവണം. ഇതൊന്ന് ഓരോ സൈസ് വന്നില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലും ഈ സൈസായിരിക്കണം. എല്ലാം നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കാം, എത്രയാണ് വെച്ചാൽ വീട്ടിലെ ആളുള്ള പോലെ. പക്ഷെ ഇത്രയും സാധനങ്ങൾ ചേർത്തണം, എന്നാലേ ഒരു അവിയൽ കറിക്കുള്ള കൂട്ടായുള്ളൂ. എല്ലാം വെള്ളത്തിൽ മുറിച്ചിടണമെന്ന് പറഞ്ഞാൽ ചില സാധനങ്ങൾ നമ്മൾ മുറിച്ച് കഴിയുമ്പോഴേക്കും കറുപ്പാകാനുള്ള സാധ്യതയുണ്ട്. മുഴുവനായിട്ട് ഒന്ന് കട്ട് ചെയ്യാം. ഞാൻ നേന്ത്രക്കായ എടുത്ത കാരണം തൊലി കളയണ്ട. എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനെ ഒന്ന് നന്നായി കഴുകിയെടുക്കണം. കഷ്ണങ്ങളൊക്കെ മുറിച്ച് കഴുകി വൃത്തിയാക്കി. ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. ഒരു പാത്രം എടുത്ത് അടുപ്പത്ത് വെക്കാം. ചേന ഇപ്പോൾ നന്നായി വേവുണ്ട്. ചില മാസങ്ങളിൽ ചേന വേവില്ല. അപ്പോൾ നമ്മൾ ചേന ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വെള്ളം, കുറച്ച് മതി. ഞാനിവിടെ കല്ലുപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മൂടി വെക്കാം. നല്ല പോലെ ഒന്ന് തിളക്കട്ടെ. ഇനി ഇതിലേക്ക് അരയ്ക്കണം. അപ്പോൾ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇത് വേകുമ്പോൾ ഇതിലേക്ക് എന്തൊക്കെ ചേർത്തണത് ഞാൻ പറഞ്ഞുതരാം. ഇതിലിപ്പോൾ ആവശ്യത്തിന് തേങ്ങ, ഞാനിപ്പോൾ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിൽ ഹാഫ് തേങ്ങ മതി. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ ജീരകമാണ്, ഇത്തിരി ഇടണം. കുറച്ച് ലേശം വെള്ളം ഒഴിക്കുക. നമുക്കൊന്ന് അരച്ചെടുക്കാം. നന്നായി അരയണമെന്നില്ല, ഒരു വിധം അരഞ്ഞാൽ മതി. അരഞ്ഞിട്ടുണ്ട്, ഇത് മതി. ഇങ്ങനെ അരഞ്ഞാൽ മതി. ഇതൊന്ന് വെന്താ നോക്കാം. നന്നായി വെന്ത് വെള്ളമൊക്കെ കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾക്കിതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കും. നല്ല പുളിയുള്ള തൈരായിരിക്കണം, എന്നാലേ നന്നായിട്ടുണ്ടാവുള്ളൂ. രണ്ടും കൂടെ ഒന്ന് ഈ പരുവമായിരിക്കണം. ഇപ്പോൾ വെള്ളം കറക്റ്റായിട്ട് വെച്ചത് കണ്ടില്ല, അതേപോലെ കറക്റ്റായിരിക്കണം വെള്ളമൊക്കെ. ഇനി നമ്മൾ ഒന്ന് മൂടി വെക്കുക. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. എല്ലാം ഒന്ന് കറക്റ്റായിട്ടുള്ളതാ നോക്കുക. എല്ലാം കറക്റ്റായിട്ടുണ്ട്. അതിൻ്റെ അളവ് എല്ലാം കറക്റ്റാണ്. ഒന്ന് ഉപ്പുണ്ടാ നോക്കാം. നമുക്ക് തൈര് പുളി മതിയോ നോക്കാം. ചിലവർക്ക് പുളിപ്പ് കൂടുതൽ വേണ്ടി വരും, ചിലവർക്ക് പുളിപ്പ് കുറവ് വേണ്ടി വരും. നമുക്കൊന്ന് ഉപ്പൊന്ന് നോക്കാം. ഉപ്പും എല്ലാം കറക്റ്റാണ്. ഇനി നമുക്കിതിൽ ചെയ്യാൻ വേണ്ടത്, ഇപ്പം ഇങ്ങനെ ഇരിക്കും തന്നെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതാ ഒന്നിങ്ങനെ തൂവി കൊടുക്കുക. അത് കഴിഞ്ഞതും കറുവാപ്പലിൻ്റെ ഇല ഇട്ട് കൊടുത്ത് പാലക്കാടൻ കല്യാണങ്ങൾക്കൊക്കെ ഉണ്ടാക്കുന്ന അവിയൽ കറി അങ്ങനെ റെഡിയായി. നോക്കിക്കോളൂ. ഈ അവിയൽ കറി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്യണം. ഞാൻ കഷ്ണങ്ങളൊക്കെ കാണിച്ചു തന്നെ എല്ലാം ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.